മുസ്തഫ നബിയുടെ പ്രിയപ്പെട്ട മകളെ കെട്ടിക്കൊണ്ടുപോകാൻ മക്ക മദീന കണ്ട ഏറ്റവും വലിയ മുതലാളിമാരത് തന്നെ മുഅ്മിനീങ്ങൾ തയ്യാറാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കെട്ടിച്ചു കൊടുത്തത് ഒരു നയാ പൈസ കയ്യിലില്ലാത്ത അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനാ. മുസ്ലിം ഉമ്മത്തെ പണത്തിന്റെ പെരുമയിൽ ആന്തോളനം കൊള്ളുകൊണ്ട് കല്യാണം എന്ന് പറഞ്ഞാൽ പണം 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 എന്ന ചിന്തയില് പണത്തിന്റെ മുന്നിൽ പറക്കാൻ ഒരു പരുന്തിനും കഴിയില്ല എന്ന് പഴമക്കാരണവന്മാരുടെ വാക്കിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് കല്യാണമേളകളല്ല സമ്പത്തിന്റെ പൊലിമയില് ഹൊങ്ക് നടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ വൃത്തികേടിന്റെ ഏറ്റവും വലിയ കരിവാരിത്തേച്ച മുഖമായി മാപ്പിള ലഹളകളും മാപ്പിള മേളകളില് കല്യാണ ലഹളകൾ നടക്കുമ്പോ ലക്ഷങ്ങൾ പൊടിപൊടിച്ചുകൊണ്ട് ചലിക്കുന്ന ജ്വല്ലറിയായി ചലിക്കുന്ന ജ്വല്ലറിയായി ചലിക്കുന്ന ടെക്സ്റ്റൈൽസായി നിന്റെ 19 20 ചലിക്കുന്ന ജ്വല്ലറിയായി ചലിക്കുന്ന ടെക്സ്റ്റൈൽസായി ആഭരണങ്ങളെ കൊണ്ട് കുളിച്ച് വേശ്യകൾക്ക് വേണ്ടി ഇറക്കുമതി ചെയ്യപ്പെട്ട നൈസായ ബ്ലൗസും ധരിച്ചുകൊണ്ട് അല്ലാ പുതുമണവാട്ടിയായ മണവാളന്റെ മണിയറയിലേക്ക് ഒഴിഞ്ഞ മനസ്സില് നിറഞ്ഞ കണക്ക് കൂട്ടലുകളുമായി യാത്ര ചെയ്തിട്ട് എത്ര പേരുടെ കല്യാണമാ നിലനിന്നത്. അല്ലാ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന്റെ മുമ്പേ ത്വലാഖിൽ കലാശിച്ചതില്ല. ഹൈവേ റോട്ടിൽ കയറി വന്ന വണ്ടിക്കടിയിൽപ്പെട്ട് ചമ്പന്തിയായി പെടഞ്ഞു മരിച്ചവരില്ല. വണ്ടി കലയിലേക്ക് മറിഞ്ഞുകൊണ്ട് പുഴയിലേക്ക് മറിഞ്ഞുകൊണ്ട് പാടത്തേക്ക് മറിഞ്ഞു വീണുകൊണ്ട് അറുത്തിട്ട് ആടുകളെ പോലെ കടന്ന് പെടഞ്ഞു മരിച്ച ദമ്പതികളില്ല. എന്ത് അന്നിക്കാഹു മിൻ സുന്നത്തീ എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട സുന്നത്തായ നിക്കാഹിനെ കേവലമായ ആഭാസമേളയാക്കാൻ ശ്രമിച്ചപ്പോൾ അല്ലാഹു അവന്റെ ബറക്കത്തും സംരക്ഷണവും അങ്ങ് പിൻവലിച്ചു. റബ്ബേ സമസ്തയുടെ കീഴില് ഈ ആലിപ്പറമ്പ് ഉസ്താദ് അടക്കമുള്ള ഒരുപാട് നേതാക്കൾ ഇറങ്ങി തിരിച്ചുകൊണ്ട് മഹാനായ പണക്കാട്ട നായക പ്രഭു രാജകുമാരൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം അംഗീകാര പ്രകാരം നാടൊട്ടുക്കും ഇതാ കല്യാണങ്ങളുടെ മാലിന്യങ്ങളെ എടുത്തു കളയാൻ ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. റബ്ബേ മുസ്ലിം ഉമ്മത്തിന് അതിനെ അനുകൂലിക്കാനുള്ള അനുകൂലമായ ചിന്തകൾ നീ വരദാനമായി കടാക്ഷിക്കണേ അല്ലാ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായ കല്യാണം കഴിച്ച അന്ന് റസൂലുള്ളാഹി ചോദിക്കുകയാ, അലിയേ സൽക്കാരത്തിന് എന്താ പൊന്നുമോനെ നിന്റെ കയ്യിലുള്ളത്? സഅദ് പറഞ്ഞു, എന്റെ വീട്ടിൽ ഒരാടുണ്ട് നബിയേ. അൻസാരികൾ വേറെ ചില സഹാബാക്കൾ പറഞ്ഞു, എന്റെ വീട്ടിൽ ഗോതമ്പുണ്ട് നബിയേ. റബ്ബേ അലിയാര് ഫാത്തിമയെ വിവാഹം കഴിച്ചിട്ട് സൽക്കാരം കൊടുത്തത് അൻസാരികൾ സഹായിച്ച ആടുകൊണ്ടു ഗോതമ്പും പൊടിച്ചുകൊണ്ടുമാ റളിയല്ലാഹു തആല അൻഹു. അഹ്ലു ബൈത്തിൽ ആദ്യത്തെ കണ്ണിയുടെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി വീട് കേട്ടോ മണിയറ ഏതാ? ഇന്നത്തെ മണിയറ ഒന്നുമല്ല. കല്യാണം കഴിക്കുന്നതിന്റെ തലേന്ന് അൻസാരികളായ ചില സ്വഹാബാക്കള് ചില ഇലകളും ചില പുല്ലുകളൊക്കെ പറിച്ചു കൊണ്ടുവരുന്നത് കണ്ടു. മരത്തിന്റെ ചില തണ്ടുകളും ആ മരത്തിന്റെ തണ്ട് ഇങ്ങനെ കുഴിച്ചിട്ട് അതിന്റെ ചുറ്റുപുറം ഈത്തപ്പന ഓലന്റെ പായ ഇങ്ങനെ മറച്ചു വെച്ചു. എന്നിട്ട് കുറച്ച് ചരൽക്കല്ലുകൾ കൊണ്ടുവന്നിട്ട് അടിയിലിട്ടു. ചരൽക്കല്ലുകൾ മാർബിൾ അല്ല, ഗ്രാനൈറ്റ് അല്ല, ഒന്നുമല്ല, പിന്നെ ചരൽ കല്ലുകൾ കൊടുത്തിട്ടു. അല്ലാഹുവിന്റെ റസൂൽ ചൊക്കെ റെഡിയായോ? ഇങ്ങനെ ഉണ്ട്. പായല്ലേ? ഇല്ല. മുസ്തഫ നബി ഈത്തപ്പന ഓലന്റെ ഒരു പായ ഒരു പുല്ലായ കൊടുത്തയച്ചു. തലേണ വെക്കാൻ രണ്ടാൾക്കും കൂടി ഒറ്റ തലേണ, അതിന് പുല്ലുകൾ നിറച്ച തലേണ. ഇതാണ് അഹ്ലു ബൈത്തിലെ ആദ്യത്തെ കണ്ണിയായ അലിയുടെയും ഫാത്തിമയുടെയും മണിയറ. വഅലമു ഉമ്മത്ത് സയ്യിദിന മുഹമ്മദ്. നിങ്ങൾ ചരിത്രം നന്നായിട്ടൊന്ന് ചിന്തിക്കണം. ആഡംബരമില്ല, കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളില്ല. സുബ്ഹാനല്ലാഹ്.
ഒന്നുമില്ല. ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കി റബ്ബേ ചരൽ കല്ലുകളുടെ മുകളിൽ വിരിച്ച പുൽപ്പായ, അതിന്റെ മുകളില് അതാ പുല്ലുകൾ നിറച്ചിട്ടുള്ള ഒറ്റ തലയണ, തലയണയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുന്നു. അനമദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ എന്ന് മുസ്തഫ നബി പറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കൂടെ കിടക്കുന്നു. കുടുംബിനിയായ സ്ത്രീ സമൂഹത്തിലെ രത്നമാല, ചക്രവർത്തിയെ, രാജാത്തിയെ, അഹ്ലു ബൈത്തിലെ രാജാത്തിയെ, മാതൃകാ മുത്തുരത്നമേ ഫാത്തിമത്തു സുഹ്റ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹാ. ഇനി നോക്കൂ, ഇതിനൊക്കെ ചെറുപ്പക്കാരെ ചിന്തിക്കണം. ഇനിയിപ്പോ പായായി ചെറിയ ഒരു കുടിൽ കെട്ടി ചരൽക്കല്ലിന്റെ മുകളിൽ ഒരു പുല്ലായി ഇട്ടി പുല്ലുകൾ നിറച്ച ഒരു തലയണയായി. ഇനി ഭാര്യയെ പോറ്റണല്ലോ ചെറുപ്പക്കാരെ. ഭാര്യ എങ്ങനെയാ പോറ്റേണ്ടത്? 100 പവനുമായി തന്റെ വീട്ടിലേക്ക് കടന്നു വന്ന പെണ്ണിന്റെ കയ്യിലുള്ള ഓരോ വളകളും പണയം വെച്ചുകൊണ്ട്, പച്ച ഹറാമായ പലിശ തീറ്റിച്ചുകൊണ്ട്, +2 മദ്രസയിൽ 1ാം റാങ്കോടെ പാസ്സായ, സുബഹിക്ക് വെളുപ്പാങ്കാലത്ത് എണീറ്റുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് ഓതി പരിചയമുള്ള ഈമാനുള്ള ഒരു കുട്ടി നിന്റെ മണിയറയിലേക്ക് കടന്നു വന്നപ്പോഴാണ് ആ കുട്ടിയുടെ രക്തം നീ മലീമസമാക്കിയില്ലേ? ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച ആ കാശിന് കൊണ്ടുവന്ന് ഇറച്ചിയും പത്രിയും ചപ്പാത്തിയും പച്ചക്കറിയും കൊടുത്തിട്ട് നല്ല ആജിക്കാന്റെ സ്വാലിഹത്തായ ഒരു മോളെ നീ നരകത്തിലേക്കുള്ള വിറകുള്ളിയാക്കിയില്ലേ? ഈ ലോകത്തെ ഏറ്റവും വലിയ ആരാച്ചാർ നീയല്ലേ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ അലിയാര് ചെയ്തതെന്താ? അലിയാര് ഫാത്തിമയെ കെട്ടിയതിനു ശേഷം നേരെ കാട് കയറുകയാണ്. ആരാണിത്? അഹ്ലു ബൈത്തിലെ ചക്രവർത്തിയാണെന്ന് ഓർക്കണോ? അല്ലാ കാട് കയറിയിട്ട് വിറക് വെട്ടുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനാ ഹസൻ ഹുസൈനരുടെ റളിയല്ലാഹു അൻഹുമാ പ്രിയ വാപ്പയാ. പക്ഷേ ഭാര്യയെ പോറ്റാൻ കാട് കയറിയിട്ട് വിറക് വെട്ടുകയാ. ആ വിറക് വെട്ടിയിട്ട് വിറക് കെട്ട് തോളിലേറ്റിയിട്ട് അലിയാര് മദീന ടൗണിൽ കൊണ്ടുവന്നിട്ട് വിറക് വേണോ വിൽക്കാനുണ്ട്, വിറക് വേണോ വിൽക്കാനുണ്ട്, വിറക് വേണോ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് വിറക് വിറ്റിട്ട് എല്ലാ ദിവസങ്ങളിലും 3 ദിർഹം കിട്ടുകയാ. അല്ലാ കാട്ടിൽ പോയി കെട്ടി വെട്ടിയുണ്ടാക്കിയിട്ടുള്ള വിറക് കെട്ട് മദീനയിൽ കൊണ്ടുവന്ന് വിറ്റിട്ട് 3 ദിർഹം കിട്ടിയാൽ അതിൽ 1 ദിർഹം കൊണ്ട് ഭാര്യയ്ക്കുള്ള അതാ സമ്മാനം വാങ്ങിയിട്ടില്ല, തനിക്കുള്ള കുപ്പായം വാങ്ങിയിട്ടില്ല, മറ്റൊരു ദിർഹം കൊണ്ട് ആഡംബരമായി കഴിയാനുള്ള ഒന്നും വാങ്ങിയിട്ടില്ല. ദിനംപ്രതി 3 ദിർഹമിന് വിറക് വിറ്റാൽ 1 ദിർഹം നേരെ കൊണ്ടുകൊടുക്കുന്നു അമ്മോശനായ മുസ്തഫ നബിയുടെ കയ്യിൽ. എന്തിനു വേണ്ടി? സുഫത്തിന്റെ അഹ്ലുകാര് മദീനയിൽ മുതഅല്ലിമീങ്ങളായിട്ടുണ്ട്. അല്ലാ ഒരുപാട് മഹല്ലുകളിൽ മുതഅല്ലിമീങ്ങൾ കാന്റീൻ സംവിധാനത്തില് പള്ളിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് തമ്പടിക്കുന്നവരാ. ആ കാന്റീനിലേക്കൊക്കെ 1000ങ്ങളും 10000ങ്ങളും കൊടുക്കുന്നവര് അലിയുടെ സ്വഭാവമുള്ളവരാ. റബ്ബേ, അതിന് പുറമെ വീട്ടിലേക്ക് കയറി വരുന്ന മുതഅല്ലിമീങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചുകൊണ്ട് സ്വന്തത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതിനേക്കാൾ വിഭവങ്ങൾ ഉണ്ടാക്കി മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കുഴഞ്ഞ കയ്യുമായി വാളുകൾക്കുന്ന ഉമ്മമാര്, പെങ്ങന്മാര്, ആജിക്കമാർ, അവരെയും ഞങ്ങളെയും അലിയാരെ കൂടെ നീ സ്വർഗത്തിൽ കടത്തണേ അല്ലാ. മദീന പള്ളിയിലുള്ള അഹ്ലു സുഫ എന്നറിയപ്പെടുന്ന ഒരഭിപ്രായത്തിൽ 400 ചില്ലാനം ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ദിനംപ്രതി ഒരു വലിയ ഭീമമായ സംഖ്യയാണ് വരുന്നത്. അതിലേക്ക് 3 ദിർഹം കിട്ടിയാൽ എല്ലാ ദിവസങ്ങളിലും ഓരോ ദിർഹം അലിയാര് കൊണ്ടു കൊടുക്കുകയാണ്. 1 ദിർഹം അതാ മുതഅല്ലിമീങ്ങൾക്ക് കൊടുക്കുന്നു, 1 ദിർഹം മദീന പള്ളിയിൽ കൊടുക്കുന്നു, 1 ദിർഹമോ അത് വഴിയിൽ വരുന്ന മറ്റ് പാവങ്ങൾക്ക് കൊടുക്കുന്നു, പിന്നെ 1 ദിർഹമോ അത് വീട്ടിലുള്ള ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നു. ചൊല്ലിക്കോ ഈ മഹാന്റെ പേരിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. 3
ദിർഹം കിട്ടിയാൽ, ഒരു ദിർഹം അഹ്ലു സുഫയ്ക്ക്, ഒരു ദിർഹം വഴിയിൽ വരുന്ന പാവങ്ങൾക്ക്, ഒരു ദിർഹം നിങ്ങൾക്ക് മനസ്സിലായി? ഒരു ദിർഹം മെഹബൂബിങ്ങളെന്ന് പറയും, ഒരു ദിർഹം ആ വീട്ടിലേക്ക്